ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ +2 മോഡൽ എക്സാം ഒക്കെ 2 ദിവസം മൊത്തത്തിൽ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് പബ്ലിക് എക്സാം ആണ്. അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. കുറേ പേര് അപ്പോൾ ലൈക്ക് അടിച്ചിട്ടുണ്ട്, ആ 1-2 പേര് കമന്റ് ഇട്ടുള്ളൂ. പിന്നെ ഞാൻ ഈ കാര്യം തന്നെ ബയോളജി എക്സാമിന്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൽ കുറച്ച് അവരുടെ റെക്കമെൻഡേഷൻ ഒപ്പീനിയനും കാര്യങ്ങളും കമന്റ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാത്തിനുള്ള ഒരു ഉത്തരവും എൻ്റെ +2 സ്റ്റഡി പ്ലാനും ഇംപ്രൂവ്മെന്റ് സ്റ്റഡി പ്ലാനും എല്ലാത്തിനുള്ള ഒരു ഉത്തരമായിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് +2 സ്റ്റഡി പ്ലാനിനെ പറ്റിയാണ്. ഇനി വെറും 6 ദിവസങ്ങളെ നമുക്ക് മുമ്പിലുള്ളൂ. അപ്പൊ ഈ 6 ദിവസങ്ങളെ മാക്സിമം പഠിക്കാന്നാണ്. ഞാൻ ഇപ്പൊ 2-3 ദിവസമായിട്ട് പഠിച്ചത് ഏതാണെന്ന് വെച്ചാൽ ഇംപ്രൂവ്മെന്റ് ആണ്. ഇംപ്രൂവ്മെന്റ് എനിക്ക് 3 വിഷയങ്ങളുണ്ട്: കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി. അപ്പോൾ അത് കുറച്ച് ആണ് പഠിച്ചത്. അതിലേക്ക് ഞാൻ വരാം. ആദ്യം +2 സ്റ്റഡി പ്ലാനെ പറ്റി നമുക്ക് പറയാം. അപ്പോൾ ഏറ്റവും കുറവ് നോക്കിയത് മാത്സ് ആണ്. എനിക്ക് ഇംപ്രൂവ്മെന്റിന്റെ മാത്സ് ടൈം ഉണ്ടല്ലോ, മാത്സ് എക്സാമിന്റെ ടൈമിലാണ് ബയോളജി, കെമിസ്ട്രി ഇംപ്രൂവ്മെന്റ് വരുന്നത്. അപ്പൊ 2 ദിവസം മൊത്തം അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ മാത്സിന്റെ 2 ദിവസം മുമ്പ് തന്നെ പിന്നെ 1.25-2 ദിവസം മാത്സ് പഠിക്കുകയുള്ളൂ എക്സാം ടൈമിൽ. അപ്പോൾ വളരെ കുറച്ച് ടൈമുള്ളൂ. അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ ജസ്റ്റ് ഉണ്ടെങ്കിലും പെറ്റുന്ന ആപ്റ്റേഴ്സ് നോക്കി പോകണമെന്നും മറ്റേ എക്സാംസിനൊക്കെ ലീവിനിടയ്ക്ക് ജസ്റ്റ് ചെയ്തു പോകണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ നേരെ ഇനി എങ്ങനെയാണ് ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നോക്കാം. ഫസ്റ്റ് എക്സാം നമുക്ക് ഫിസിക്സ് ആണ്. അപ്പോൾ 6-ാം തീയതി ഫസ്റ്റ് എക്സാം നമ്മുടെ ഫിസിക്സിന്റെ എക്സാം ആണ്. ഫിസിക്സ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് 1-ാം തീയതി ഞാൻ എക്സാമിനർ സ്റ്റുഡന്റ് ആണ്. എക്സാമിനറിൽ ലൈവ് ഉണ്ട് 2 10 hours ആയിട്ട്. ഈ 2 ലൈവ് ഞാൻ കാണണം എന്നാണ് വിചാരിക്കുന്നത്. ഈ 2 ലൈവ് കണ്ടതിന് ശേഷം അതിലെ മൊത്തം ചാപ്റ്റേഴ്സ് എന്തായാലും പഠിച്ചു തീരും. പിന്നെ 3-4 റെസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ക്ലാസ്സൊന്നും അധികം കാണില്ല. ഈ കാര്യങ്ങൾ വൃത്തിക്ക് ഡെഫിനിഷൻസും ഡെറിവേഷൻസ് ഒക്കെ ചെയ്യുക, മാക്സിമം ന്യൂമറിക്കൽസ് ചെയ്യുക. അങ്ങനെ ഫിസിക്സ് 4-ാം തീയതിയോടെ കംപ്ലീറ്റ് ചെയ്യുക. 5-ാം തീയതി മാരത്തോണും എല്ലാം കണ്ട് റിവിഷൻ ചെയ്ത് സെറ്റാക്കിയിട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത്. എക്സാം ഈസി ആകട്ടെ, A+50 മുകളിൽ മാർക്ക് മേടിക്കാൻ പറ്റണം നല്ല ആഗ്രഹമുണ്ട്. മോഡൽ കുറച്ച് എനിക്ക് പണിയായിരുന്നു, അത് എല്ലാം മാറ്റണമെന്നുണ്ട്. പിന്നെ കെമിസ്ട്രി ആണ് വരുന്നത്. കെമിസ്ട്രി പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാം 6-ാം തീയതി വരുന്നുണ്ട്. അത് കുറച്ച് നല്ല ടൈം ടേബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആയിട്ടുണ്ടെങ്കിൽ ഇന്നും നാളെയൊക്കെ ആയിട്ട് പഠിച്ചു തീർക്കുക. കാരണം ഫിസിക്സ് പിന്നെ പഠിക്കേണ്ടി വരും. അപ്പൊ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ഒരു 2 ദിവസം കെമിസ്ട്രി ലീവും, എന്നെ പോലുള്ള ബയോ സ്റ്റുഡൻസിന് 3 ദിവസം കെമിസ്ട്രി ലീവും ഉണ്ട്. അപ്പൊ 3 ദിവസത്തിൽ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെ വെച്ചാൽ, കെമിസ്ട്രിക്ക് നല്ല ക്ലാസ്സുകൾ എക്സാമിനറും സൈലൊക്കെ നല്ല ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട്, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്ന ക്ലാസ്സുകൾ ഏതാണ്, അത് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണ്ട. നിങ്ങൾക്ക് കംഫർട്ട് ഏതാണ് ആ ക്ലാസ്സുകൾ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക. ഞാൻ എക്സാമിനറാണ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ എക്സാമിനറുടെ ക്ലാസ് ആ 3 ദിവസത്തിൽ കാണും. ചിലപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ചിലപ്പോൾ ഞാൻ 1 ഷോട്ടുകളായിരിക്കും കാണുക. പിന്നെ അതിനു മുമ്പ് ഞാൻ ഇന്ന് നാളെയൊക്കെ ആയിട്ട് ഓർഗാനിക് കെമിസ്ട്രി, ആൽഡിഹൈഡും ആൽക്കഹോളും അധികം കുറച്ചുകൂടെ തറാക്കുന്നുണ്ട്. അങ്ങനെ നോക്കണം വിചാരിക്കുന്നത്. ബാക്കിയുള്ള 3 ദിവസത്തിൽ തീർത്തിട്ട് കെമിസ്ട്രി അങ്ങനെ തന്നെ പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ലാംഗ്വേജ് ഉണ്ട്. ഞാൻ മലയാളമാണ്. മലയാളം എനിക്ക് നല്ല ഈസി സബ്ജക്റ്റാണ്. ഞാൻ ചിലപ്പോൾ മിക്കവാറും ഉച്ചയ്ക്ക് ശേഷം, അതായത് മലയാള എക്സാമിന്റെ തലേദിവസം ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. അതിനു മുമ്പ് ഇമ്പ്രൂവ്മെന്റ് പഠിക്കാനായിരിക്കും മിക്കവാറും നോക്കുക. അപ്പോൾ അങ്ങനെയാണ് മലയാളത്തിന്റെ എക്സാം. പിന്നെ നമുക്ക് വരുന്നത് ഏതാണ് മാത്സിന്റെ എക്സാം ആണ്. അതിനിടയ്ക്ക് 2 ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. മാത്സ് ശരിക്കും പറയുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഇന്റഗ്രൽസ് ഒക്കെ പകുതി വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഈ ചാപ്റ്റർ എനിക്ക് ഒട്ടും അറിയില്ല. പക്ഷെ അത് കുറച്ച് ടൈം മതി എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇന്ന് നാളെയും കൊണ്ട് മാക്സിമം ഇന്റഗ്രലും ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രലും തീർത്തിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നാളത്തോടെ തീർക്കണം എന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്തിട്ട് ഒരു ഒറ്റ റൗണ്ടെങ്കിലും മാത്സ് മൊത്തത്തിലൊന്ന് ചെയ്തു പോവുകയാണെങ്കിൽ കുറച്ചെങ്കിലും സേഫ് ആണെന്ന് തോന്നുന്നത്. മാത്സ് എനിക്ക് നല്ല പേടിയുണ്ട്, എന്ത് ചെയ്യുന്നത് പെടുത്തില്ല. അപ്പോൾ മാത്സിന്റെ എക്സാം ഞാൻ കുറച്ച് പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ആ ടൈമിലും പെട്ടെന്ന് ക്വിക്ക് റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെയാണ് മാത്സിന്റെ എക്സാം. അതായത് തലേ ദിവസം ബയോളജി ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ട്. അതിനുശേഷം ഒറ്റ രാത്രി ആയിരിക്കും മൊത്തത്തിൽ നോക്കി പോകണ്ടാവുക. എൻ്റെ കുറ്റം തന്നെയാണ്, പഠിക്കാത്തതുകൊണ്ടാണ് ഇമ്പ്രൂവ്മെന്റ് എഴുതേണ്ടി വന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ കാര്യങ്ങൾ എന്താ വെച്ചാൽ കമന്റ് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് 3 ദിവസത്തെ ലീവ് നമുക്ക് കിട്ടുന്നുണ്ട്. 3 ഫുൾ എനിക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. ഇംഗ്ലീഷ് എനിക്ക് പൊതുവെ വളരെ ഈസി വിഷയമാണ്. കുറേയൊക്കെ A+ തോന്നുന്നുണ്ട്, പക്ഷെ എനിക്കെന്തോ ഈസി വിഷയമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് 2 ദിവസം ലീവ് ഉണ്ടായിട്ടും സിനിമയ്ക്കൊക്കെ പോയി ജസ്റ്റ് രാത്രി മാത്രം നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് വന്നിട്ട് പേടിക്കുകയും ചെയ്തിരുന്നു. ലാസ്റ്റ് കൊണ്ടേ കൊളാക്കി A+ വന്നു. പക്ഷെ എനിക്ക് 193 മാർക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. A+ ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് എക്സാം ടൈമിൽ ഇംഗ്ലീഷ് കുറച്ച് പണിയായവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ഇംഗ്ലീഷിനെ പറ്റി ചെയ്യാം. അപ്പോൾ +2 സ്റ്റഡി പ്ലാനിനെ പറ്റി പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ഇത്ര കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് എൻ്റെ +2 സ്റ്റഡി പ്ലാന്. പിന്നെ
ചാപ്റ്റേഴ്സ് ഒക്കെ ഇങ്ങനെ ഏകദേശം 80% ഇങ്ങനെ നോക്കി പോയിട്ടുണ്ട്. അടുത്ത നമ്മൾ പറയുന്ന ഇമ്പ്രൂവ്മെന്റിനെ പറ്റിയാണ്. ഇമ്പ്രൂവ്മെന്റ് ഞാൻ ചെയ്യുന്നത് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി. തുടക്കം തൊട്ട് ഈ വർഷം പഠിക്കണം എന്ന് വിചാരിച്ചാണ്. അങ്ങനെ നീണ്ട് ഇപ്പൊ ഫെബ്രുവരി എത്തിയിട്ടുണ്ട്. ഇപ്പോഴും മര്യാദക്ക് തുടങ്ങിയിട്ടില്ല എന്ന് പറയും. ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് 1-2 ദിവസമായിട്ട്. ഇപ്പോഴാണ് തുടങ്ങുന്നത്. വലിയൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് പഠിക്കാൻ തുടങ്ങിയോ എത്ര പേര് പഠിച്ചെന്ന് വീഡിയോയുടെ ഇടയിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഞാൻ എന്തായാലും ഫിസിക്സ് ഒക്കെ കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിപ്പോൾ വല്ലാണ്ട് നോക്കിയിട്ട് കാര്യം ഉണ്ടെന്ന് ഡെറിവേഷൻസ് കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് +2 ആണ് ഈസി ആയിട്ട് വന്നത് ഫിസിക്സിൽ. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയത് തോന്നാത്തതുകൊണ്ട് കെമിസ്ട്രി, ബയോളജി ഇത് രണ്ടും നല്ലോണം അത്യാവശ്യം നോക്കണം എന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത്. ബയോളജി എനിക്ക് A+ മേടിക്കണമെന്നുണ്ട്. അപ്പോൾ ബയോളജി അത്യാവശ്യം എല്ലാം പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആനിമൽ കിങ്ഡം, ബോട്ടണിയിലെ ലാസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, പ്ലാന്റ് ഗ്രോത്ത്, അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഹാർട്ടിന്റെയും ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ഹൃദയമുള്ള ചാപ്റ്റർ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് എനിക്ക് ഏകദേശം ഇപ്പോൾ ഒരു 7-8 ചാപ്റ്റേഴ്സ് മൊത്തത്തിൽ അറിയാം +1. പിന്നെ കുഞ്ഞു ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ലിവിംഗ് വേൾഡ്, അതൊക്കെ ജസ്റ്റ് നോക്കി പോയാൽ 1-2 മാർക്കിന്റെ ചാപ്റ്റേഴ്സ് ഉള്ളൂ. എൻ്റെ അപ്പുറത്ത് നിങ്ങൾ അതൊന്നും ക്ലാസ് കാണാൻ നിൽക്കരുത്. ജസ്റ്റ് അതിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കുക. അത്ര ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. നിങ്ങൾ എന്തായാലും ചെയ്യണം എന്താ വെച്ചാൽ യൂട്യൂബ് എടുക്കുക. യൂട്യൂബിൽ +1ന്റെ +2ന്റെ വെയിറ്റേജസ് നമ്മുടെ വീഡിയോ അടിച്ചു കൊടുക്കുക. അത് വീഡിയോസ് ഉണ്ടാവും. കൃത്യമായിട്ട് വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചു പോകുന്നതാണ് എനിക്ക് പറയുന്നത്. ഇപ്പോൾ ബയോളജി ഇങ്ങനെ പഠിച്ചു പോകുന്നതാണ് വിചാരിക്കുന്നത്. ഒരു 15 ചാപ്റ്ററെങ്കിലും വൃത്തിക്ക് പഠിച്ച് പിന്നെ കുറെ PYക്ക് നോക്കി അങ്ങനെയാണ് ബയോളജി വിചാരിക്കുന്നത്. പിന്നെ കെമിസ്ട്രി ഇമ്പ്രൂവ്മെന്റ് ആണ്. കെമിസ്ട്രി ഇമ്പ്രൂവ്മെന്റ് 9 ചാപ്റ്ററാണ് മൊത്തത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിൽ ഹൈഡ്രോ കാർബൺസ്, ഓർഗാനിക് കെമിസ്ട്രി തീർത്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഫസ്റ്റത്തെ 2 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, സ്ട്രക്ചർ ഓഫ് ദാറ്റ്, ഇത് 2 തീർക്കണമെന്നുണ്ട്. പിന്നെ 3ാമത്തെ DLF ബ്ലോക്ക് അതിൻ്റെ ഒക്കെ പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, അതും ജസ്റ്റ് വായിച്ചു പോയി പഠിക്കേണ്ട ചാപ്റ്റർ. അപ്പോൾ ഞാനൊരു 6-7 ചാപ്റ്റർ നോക്കണം വിചാരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്ന ചാപ്റ്റേഴ്സ് 1, 2, 3, 5, 6, 8, 9 ഈ 7 ചാപ്റ്റേഴ്സ് നോക്കണമെന്നാണ് വിചാരിക്കുന്നത്. നോക്കാൻ പറ്റുമെന്ന് അറിയാം. കെമിക്കൽ ബോണ്ടിങ് നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. പക്ഷേ എനിക്ക് കഴിഞ്ഞ വർഷം ഇഷ്ടമല്ലാത്തൊരു ചാപ്റ്ററാണ്, അധികം നോക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാൻ എക്സാം ടൈം ആകുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നിരന്തരം ചോദിക്കുന്ന സംഭവമുണ്ടല്ലോ, അത് മാത്രം നോക്കും. അപ്പോൾ എനിക്ക് നിങ്ങൾ എല്ലാം ഭാഗം നോക്കണമെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ നോക്കുന്നത് വൃത്തിക്ക് ചാപ്റ്റേഴ്സ് നോക്കുക. എല്ലാം കൂടെ നോക്കി കൊളാകാൻ നിൽക്കരുത്. കാരണം എന്താ വെച്ചാൽ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പെടുന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നോക്കിയതൊക്കെ വേസ്റ്റ് ആവും. അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബ് എടുത്തിട്ട് ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് നോക്കുക. അത് നോക്കി കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് എനിക്ക് അത് ഇമ്പ്രൂവ്മെന്റിനെ പറ്റി പറയാനുള്ളത്. പിന്നെ കുറച്ച് പേര് ഇട്ടിരുന്നു ഇമ്പ്രൂവ്മെന്റിന്റെ ചാപ്റ്റേഴ്സ് പോൾ ഇടാൻ വേണ്ടി. അതിന് മെയിൻ ഒരു പ്രശ്നം കാരണം എന്താ വെച്ചാൽ യൂട്യൂബിൽ പോൾ മാക്സിമം 4 ഇടാൻ പറ്റുള്ളൂ. 4 കൂടുതൽ പോൾ ഇടാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തർ പഠിക്കുന്നത് ഓരോ ഇമ്പ്രൂവ്മെന്റ് ചാപ്റ്റേഴ്സും ആണ്. അപ്പോൾ അതെനിക്ക് പോസിബിൾ ആയിട്ട് ഞാൻ നോക്കിയപ്പോൾ തോന്നിയില്ല. അപ്പോൾ സോറി പറയാണ്. ഞാൻ ഇന്നലെ ഒരു പോൾ ഇട്ടിരുന്നു, നിങ്ങൾ ഏതാ പഠിക്കുന്നത്, ഇമ്പ്രൂവ്മെന്റ് ആണോ +2 ആണോ? അപ്പോൾ അങ്ങനെ ഞാൻ പോൾ ഇടാം. നിങ്ങൾ അത് പഠിച്ച് മോട്ടിവേറ്റ് ആയിട്ട് ഇമ്പ്രൂവ്മെന്റും ഇതും പഠിക്കാന്നുള്ളത്. പിന്നെ നിങ്ങൾ +2 അധികം എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വേഗം +2 പഠിക്കുക. ഇമ്പ്രൂവ്മെന്റ് ഒട്ടും നോക്കണ്ടെന്ന് പറയുള്ളത്. ഇനി പാസ്സാവാത്തവരാണെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് പാസ്സാവാനുള്ള സിമ്പിളായിട്ട് ചാപ്റ്റേഴ്സ് നോക്കും. ബാക്കി നിങ്ങൾ +2 നല്ല രീതിക്ക് വലിയ ചാപ്റ്റേഴ്സിന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് ഇപ്പൊ നോക്കരുത് എന്നാണ് പറയുള്ളത്. അത് എന്തെങ്കിലും വരുന്ന വഴിക്ക് വെച്ച് കാണാമെന്ന് വിചാരിക്കാം. കാരണം രണ്ടും കൂടെ പോകുന്ന അവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. +2 മാക്സിമം മാർക്ക് നിങ്ങൾ ഇപ്പൊ മേടിക്കാൻ ശ്രമിക്കുക. മാക്സിമം ചാപ്റ്റേഴ്സ് നോക്കുക. നിങ്ങളൊരു 80% എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം ഇമ്പ്രൂവ്മെന്റ് പഠിക്കാന്ന് പറയുന്നത്. അപ്പോൾ എനിവേ നമ്മുടെ എക്സാം നല്ല ഈസി ആയി വരട്ടെ. എനിക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആകട്ടെ. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. +1 വരുത്തിയ മിസ്റ്റേക്സ് മാറി നല്ലൊരു മാർക്ക് നമുക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റട്ടെ ഞാൻ പറയാണ്. അപ്പോൾ ഞാൻ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ശരി, ബൈ.